ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭയങ്കര അത്ഭുതം. അത് തന്നെ പോരെ നിങ്ങൾക്ക് പാഠം. ഇവരുടെ ആൾബലം എന്തായി, ഇവരുടെ അംഗബലം എന്തായി, ഇവരുടെ സാമ്പത്തിക ശേഷി എന്തായി, അവിടെ കരുത്തുറ്റ വീരശൂര പരാക്രമികളുടെ സന്താനങ്ങൾ എന്തായി എന്ന് ചോദിക്കാം. വലിയ പാഠമാണ്. അതാണ് അള്ളാഹ്, അതാണ് തമ്പുരാൻ്റെ സുന്നത്ത്. പക്ഷേ ഇത് കഥ പറഞ്ഞിട്ട് കിസ്സ പറഞ്ഞ് ഹലം കൊള്ളാൽ വിജയിക്കൂല. ഇതിനർഹരാവണം. അപ്പോൾ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബദരീങ്ങളുടെ എണ്ണവും ബദരീങ്ങളുടെ പേരിലെ തീറ്റയും ബദരീങ്ങളുടെ ശിപാർശയും പറഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ 4000 എത്താൻ പറ്റാത്ത ഒരുത്തരുടെ പേര് പറയരുത്. ജീവിത വിശുദ്ധി കൊണ്ട് തമ്പുരാന്റെ സഹായത്തിന് അർഹരായ മണ്ണിൽ നിൽക്കുന്ന പച്ചയായ മനുഷ്യരായിരുന്നു അവരെങ്കിൽ, ജീവിത വിശുദ്ധി കളഞ്ഞു കുളിച്ചിട്ട് ആരൊക്കെയോ കൂട്ടുപിടിച്ച് അവിടെ രക്ഷപ്പെടാമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന വ്യാമോഹികളായ ഈ വ്യാജ വിശുദ്ധന്മാർ, അവർ ബദരീങ്ങളുടെ പേര് പറയരുത്. അവർക്കതിന് അർഹതയില്ല. അവരത് പറയുമ്പോൾ പറയരുത് എന്ന് പറയാൻ സദസ്സിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. മിണ്ടരുത് താങ്കൾ. ഈ തരികിട തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയ താങ്കൾക്ക് ബദരീങ്ങളെ പറയാൻ എന്തുണ്ടോ അർഹത ചോദിക്കാൻ പറ്റണം. അതിനുള്ള ബുദ്ധിയില്ലാതെ പോയതാണ് ഈ സമുദായത്തിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് വൃത്തികെട്ടവന്മാർ ഈ സമുദായത്തിലെ നേതാക്കന്മാരായത്. മിണ്ടരുത് താൻ, തനിക്കെന്ത് യോഗ്യതയുണ്ട് ബദരീങ്ങളെ കുറിച്ച് പറയാൻ എന്ന് ചോദിക്കാൻ ആളില്ലാതെ പോയി ഈ സമുദായത്തിൽ. വിശുദ്ധനായ ഉമർ, ഭരണം കയ്യിൽ കിട്ടിയിട്ടും വിശുദ്ധി കാത്തുസൂക്ഷിച്ച ഉമർ, കഴിഞ്ഞ 2 ഖുത്ബയിൽ കേട്ടതുപോലെ നീതിയുടെ പര്യായമായ ഉമർ, നീതി നിർവഹണത്തിൻ്റെ ഏറ്റവും വലിയ നേതൃത്വമായ ഉമർ, ആ ഉമറിൻ്റെ കുപ്പായത്തിൻ്റെ നീളം ഇത്തിരി നീണ്ടുപോയപ്പോൾ ആ ഉമറിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച പാരമ്പര്യമാണ് ഈ സമുദായത്തിൻ്റെ പാരമ്പര്യമെങ്കിൽ, ശുദ്ധ വൃത്തികേടിൽ അന്യായം കാണിച്ച് തരികിട തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമുദായത്തിൽ മൗലവിമാരും ഉസ്താദുമാരും നേതാക്കന്മാരുമായി വിലസുന്ന മുമ്പിൽ പഞ്ചപുച്ഛ മടക്കിയിരിക്കുന്നവരെ, അവിടെ കൈ പിടിച്ച് മുത്താൻ മത്സരിക്കുന്നവരെ, നിങ്ങൾക്ക് ഇസ്ലാമിക സമുദായത്തിലെ ഉമറിൻ്റെ കാലഘട്ടത്തിലെ ഒരു സാധാരണ മുസ്ലിമാകാൻ ഇനിയും നിങ്ങൾ എത്ര കാലം നോമ്പെടുക്കണം? ഇതാണ് നമ്മൾ ഈ സമുദായത്തിൽ ചോദിക്കേണ്ടത്. ഉമർ പ്രസംഗിക്കാൻ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയും നിങ്ങൾ കേൾക്കും അനുസരിക്കും വേണം. ഒരു ചെറുപ്പക്കാരൻ നീച്ചിട്ട് പറഞ്ഞു, പള്ളിയിലാ മിമ്പറിലെ പ്രസംഗ, മദീന പള്ളി ഇസ്ലാമിൻ്റെ കേന്ദ്ര പള്ളിയിൽ ഖലീഫ ഖതീബ ഇമാമ, ലാ സമഅൻ വലാ തഅ, കേൾക്കൂല അനുസരിക്കൂല. ഭയങ്കര വിഷയല്ലേ? എന്തൊരു ധൈര്യമാണ് ആ ചെറുപ്പക്കാരന്. എന്തേ നമുക്ക് ധൈര്യമില്ലാതെ പോയത്? പള്ളിയിൽ നീക്കണ്ട, നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ചോദിക്കൂടെ, സാഹിബേ എന്ത് കളിയാടോ താൻ കളിക്കുന്നത്? എന്നിട്ട് നീ മനുഷ്യന്മാരോട് ഇസ്ലാം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്ന് ചെവിട്ടിലെങ്കിലും ചോദിക്കേണ്ട. സെൽഫോണൊക്കെ ഉള്ള കാലല്ല സാഹിബേ, ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ നിനക്ക്? എന്നിട്ട് അയാളടുത്ത് ഫത്വയും ചോദിച്ച് നടക്കാൻ മാത്രം നിങ്ങൾ തരംതാണ് പോയോ? അദ്ദേഹത്തെ കാണുമ്പോൾ വന്നിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ നാണമാകുന്നില്ലേ? ആ കൈ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ അർഹതപ്പെട്ട കൈയാണോ? നിങ്ങളുടെ കൈ അതിനേക്കാൾ വിശുദ്ധമല്ലേ? നിങ്ങൾ എൻ്റെ സാധാരണക്കാരായ മുസ്ലിം സഹോദരന്മാർ അത്രയും വൃത്തികേടായിട്ടില്ലല്ലോ. നിങ്ങളുടെ വിശുദ്ധമായ കയ്യിൽ ആ വൃത്തികെട്ട പണ്ഡിതന്റെ കൈ വെക്കാൻ, പണ്ഡിതന്മാരുടെ കൈ വെക്കാൻ, സമുദായ നേതാക്കന്മാരുടെ കൈ വെക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? നിങ്ങളെ തൊലി ഉരിഞ്ഞു പോവില്ലേ ആ കൈ നിങ്ങളുടെ കയ്യിൽ വന്ന് വീഴുമ്പോൾ? എന്നിട്ട് നിങ്ങൾ ആ കയ്യിൽ ചുംബിക്കാൻ മാത്രം അതപ്പതിച്ചു പോയോ? നിങ്ങൾക്ക് ഈ തെരുവിൽ ഭിക്ഷയാചിക്കുന്ന സാധാരണക്കാരൻ്റെ കൈ ചുംബിച്ചുകൂടെ? ഈ പാളയം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരൻ്റെ കയ്യിലെ തഴമ്പിൽ ചുംബിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കൂടെ? അതിനേക്കാൾ ആ ചുംബനത്തെക്കാൾ ഇതല്ലേ മാതൃകാപരമായ ചുംബനം? നിങ്ങൾ എന്തായി പോയി കൂട്ടരെ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു കേൾക്കൂല അനുസരിക്കൂല. ഉമർ പ്രസംഗം നിർത്തി, പിന്നെ പ്രസംഗിക്കാൻ പാടില്ല. കാരണം അവിശ്വാസം വന്നാൽ പിന്നെ പ്രസംഗിക്കാൻ പാടില്ല കൂട്ടരെ. പിന്നെ ഇയാൾ ഈ പണി എടുക്കരുത്. ഉസ്താദ് കാലാകാല ഉസ്താദാകാൻ യോഗ്യനല്ല. ഉസ്താദായിരിക്കാൻ യോഗ്യനാകുമ്പോൾ മാത്രമേ മൂപ്പര് പ്രസംഗിക്കാവൂ. അതിന് യോഗ്യനല്ലെങ്കിൽ മൂപ്പര് നിർത്തണം. മൂപ്പര് നിർത്തില്ലെങ്കിൽ നമ്മൾ മൂപ്പര് നിർത്തിക്കണം. പല പെട്ടി കടയിട്ട് കൊടുക്കണം. അയാളാണ് എല്ലാ പറ്റിപ്പും കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ കൂടലല്ല. പല പെട്ടി കടയിട്ട് കൊടുക്കണം. നിങ്ങൾ ഈ കച്ചവടം ചെയ്താൽ മതി, പ്രസംഗിക്കരുത്. ഉമർ പ്രസംഗം നിർത്തി. എന്താണ് പ്രശ്നം ചോദിച്ചു. അതെ, ഇവിടുത്തെ പൊതുവിതരണ കേന്ദ്രത്തിലൂടെ ഞങ്ങൾക്കൊക്കെ
തുണി കിട്ടി വസ്ത്രം തയ്ക്കാൻ, അതിന് ഇത്ര അളവേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കുപ്പായിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പൗരനായ താങ്കൾ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് നീളം കൂടുതലുണ്ട്. ഇത്ര അധികം തുണി എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതി. ഇത്ര അധികം തുണി എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതി. ഇതെന്തേ നിങ്ങൾക്ക് ശരിയായി തോന്നാത്തത്? സഹാബയെ കിറാമിൻ്റെ മാതൃകയും സുന്നത്ത് തന്നെയല്ലേ? ആണോ? ഹദീസിൻ്റെ വിശദീകരണത്തിൽ പ്രവാചകൻ തിരുമേനി ചെയ്തതും പറഞ്ഞതും മൗനാനുവാദം നൽകിയതും ഒക്കെ ഹദീസാ. എന്നിട്ട് അതിൻ്റെ വിശദീകരണം വരുമ്പോൾ സഹാബയെ കിറാം ചെയ്തതും ഹദീസിൽ പെടും എന്ന് പറയുമ്പോൾ ഇതൊരു സഹാബിയല്ലേ ഈ ചെയ്യുന്നത്? ഉമർ ഒരു സഹാബിയാണ്, ചോദിക്കുന്നതും സഹാബിയല്ലേ? എന്തേ നിങ്ങൾക്ക് ഈ സുന്നത്തായി തോന്നാത്തത്? അപ്പോൾ ഉമർ ഖത്താബിന് മനസ്സിലായി. മകനോട് പറഞ്ഞു, പൊന്നുമോനെ നീ പറഞ്ഞു കൊടുക്കണം മറുപടി. മകൻ മറുപടി കസേര വലിച്ചടിക്കലല്ല. മകൻ പറഞ്ഞു, എൻ്റെ ബാപ്പ വലിയ മനുഷ്യനാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ എൻ്റെ ഓഹരി കൂടി ഉപ്പാക്ക് കൊടുത്തു. ഉപ്പാൻ്റെ വിഹിതവും എൻ്റെ വിഹിതവും ചേർത്ത് കുപ്പായം തയ്ച്ച്. അപ്പോഴാണ് ഈ വലിയ കുപ്പായിട്ടത്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കേൾക്കാനും അനുസരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ വെക്കേണ്ടടുത്ത് വെക്കണം, വെക്കേണ്ടടുത്ത് വെക്കൂല. കാണുമ്പോൾ കവാത്ത് മറന്ന് കയറിപ്പിടിച്ച് മുത്തി കൂടെ ഇരുന്ന് കൊണ്ട് നടക്കുന്നവരും കുടുങ്ങും. സംശയമൊന്നും വേണ്ട. അവർ മാത്രമല്ല കുടുങ്ങാൻ, നിങ്ങളും കുടുങ്ങും. വെക്കേണ്ടവരെ വെക്കേണ്ടടുത്ത് വെക്കാൻ പഠിക്കണം. അതാണ് ധൈര്യം ഈ കാലഘട്ടം.